കൊണ്ട് വാങ്ങിച്ചു കിട്ടി. ഇതിലെന്താ എഴുതിയിരിക്കുന്നുണ്ടോ? വായിച്ചു നോക്കിയിട്ട് വാങ്ങിച്ചാൽ മതി. തിയേറ്ററിൽ ഓരോ സീൻസ് കഴിയുന്നതും നമ്മളിരുന്ന് മുഷിയാണ്. ഒരു സീരിയൽ കണ്ട എഫക്റ്റാണ് കൊടുത്തിരിക്കുന്നത്. 2-3 ദിവസമായി ഞാൻ വിജയമോനെ ശ്രദ്ധിക്കുകയാണ്. ഒരു മന്നത പോലെ എന്തോ സൈക്ലിക് പ്രോബ്ലമാണ്. എല്ലാം വെറുപ്പീരാണ്. ഈ ഓരോ പഴയ സിനിമയിലെ ആ ഒരു സെയിം പാറ്റേൺ തന്നെ പിടിച്ചിട്ട് ആ ഒരു സെയിം ഇത് പിടിച്ചിട്ട് അതിനെ തന്നെ ഇട്ട്, പക്ഷെ അത് വലിച്ചു നീട്ടി സീരിയൽ പോലെ ആക്കിയ. എന്താ പ്രശ്നം? അകത്തൊരു സാധനം വെച്ച് മറന്നുപോയി. കൂടെ പിന്നെ കുറച്ച് ആനിമേറ്റഡ് ആയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ തരും. ചാതി വെറുപ്പിക്കലും അറിയാം. അതൊക്കെ ശങ്കറിൻ്റെ എൻഗേജിങ് ആയിട്ടുള്ള ഒരു ഫിലിം കാണാൻ ആഗ്രഹിച്ച് വരണവരാണെങ്കിൽ ആ പ്രതീക്ഷ മാറ്റി വെച്ചിട്ട് വന്നാൽ മതി. പിന്നെ എല്ലാവരും ഇന്ത്യൻ വണ്ണുമായിട്ടൊക്കെ നല്ല രീതിയിൽ കമ്പയർ ചെയ്യുന്നുണ്ട്, പക്ഷെ കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. വന്നായിരിക്കുമല്ലോ, പ്രതീക്ഷയിൽ വന്നതാണ് മൂവി. ഇത് ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഇന്ത്യൻ്റെ 3 പാർട്ടുണ്ടല്ലോ, അതിലിപ്പോൾ തന്നെ 2ാം ഭാഗം സീറോ ടോളറൻസ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ 3ന്റെയൊക്കെയുള്ള ഒരു മുന്നൊരുക്കമായിട്ട് മാത്രമാണ് ഈ സിനിമയെ പറയാനുള്ളത്. കാണുന്നവർക്കാണോ സീറോ ടോളറൻസ്? സീറോ ടോളറൻസ് ആണ് അത്. സീറോ ടോളറൻസ് മ്യൂസിക് ആണ് ഏറ്റവും സീറോ ആയി പോയത്. ഇനിയും തല്ലാൻ കൊണ്ടുപോകുന്നെങ്കിൽ ഒറ്റ അടിക്കാൻ തീർത്തേക്കണം, ഇല്ലെങ്കിൽ എല്ലാരും കൂടെ എടുത്തിട്ട് ഇടിച്ച് എനിക്ക് ഇങ്ങനെയാണെന്ന് നിറയിക്കാൻ വയ്യ. കമലഹാസൻ പുള്ളിയുടെ പരട്ടക്കിഴവൻ താത്ത ഒരു മെസ്സേജ് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ഫോണിൽ കൂടെ വീഡിയോ. അപ്പോൾ പുള്ളി പറയുകയാണ്, ഇത് യങ്സ്റ്റേഴ്സാണ് കാണേണ്ടത്, 40 വയസ്സിൽ കൂടുതൽ ആൾക്കാരൊന്നും കാണണ്ടാവും. ഇതിലെ യങ്സ്റ്റർ അറിയാം, 45 വയസ്സുള്ള അമ്മാവൻ സിദ്ധാർത്ഥിൻ്റെ അച്ഛൻ സാമൂതിരിക്കനി, പുള്ളി 51 വയസ്സ്. ഇങ്ങനെ പോകുന്ന ഇതിലെ പരിപാടികൾ.